ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ കടുമാങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല എളുപ്പമുള്ള കറിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും മാങ്ങക്കറിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു 6 മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചുവന്നുള്ളി ചതക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാന്താരി മുളക്, വേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്കുള്ള മസാലകളൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചട്ടി വെച്ചിട്ട് അതൊന്ന് നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എന്നിട്ട് അതിലേക്കുള്ള മസാല 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് തീയൊന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. നല്ല സ്മെല്ല് വരുമ്പോൾ അത് ഓഫ് ചെയ്യുക. കാരണം നല്ലൊരു മണമായിരിക്കും ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ. മസാലകളുടെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ മസാല വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉലുവപ്പൊടിയും കായം കൂടിയും പൊടിച്ചെടുത്താണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ചിട്ട് ഞാനിതാ ചുവന്നുള്ളി ഒരു 6 ചതക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ചുവന്നുള്ളിയാണ്, അത് ഒരു 6 ചതക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ വേപ്പില, പിന്നെ ഞാൻ എടുത്ത് വെച്ച കാന്താരിമുളക് കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാന്താരിമുളകൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുളക് ആഡ് ചെയ്യുന്ന കാരണമാണ് ഞാൻ മുളക് പൊടിയുടെ അളവ് കുറച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുളക് നല്ല എരിവല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇടാം. അപ്പം അത് ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കട്ടെ. അതാകുമ്പോൾ മസാലകളൊക്കെ നന്നായി അതിൽ പിടിക്കുള്ളൂ, മാങ്ങയിൽ നന്നായി മസാലകളൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളേ, അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൈ വെച്ചിട്ട് തന്നെയാണ് നന്നായി യോജിപ്പിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ നന്നായി ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളും മാങ്ങൊക്കെ ഇപ്പോൾ അതിൽ കിടന്നിട്ട് നന്നായി പാകമായിട്ടുണ്ട്. ഇനി അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് കത്തിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ല വേവുമ്പോൾ പെട്ടെന്ന് മസാലകളൊക്കെ മാങ്ങയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ഞാനിതിവിടെ മൂടി വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മാങ്ങ നന്നായി തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയാണിത്, നല്ല സ്മെല്ലാണിത്. തിളക്കുമ്പോൾ തന്നെ ഭയങ്കര അറിയാം. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കുറക്കാം, മധുരം ആവശ്യമില്ല. കാരണം നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ ഇത്ര മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി കറി നല്ല വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു ചട്ടി വെച്ചിട്ട് അത് കറി താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, തൂമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള കടുകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് 2 മണി ഉലുവയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉലുവ ഇതാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 5-6 വറ്റൽ മുളക് പൊട്ടിച്ചിട്ടിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അത് തീയൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ അത് നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറി അടിപൊളി ടേസ്റ്റാണ്. ഇത് കൂടി ആയിക്കഴിഞ്ഞാൽ ആ മാങ്ങ കറി താളിച്ചതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടിയായി ഒരു നല്ലൊരു ടേസ്റ്റിലെ കറി. അപ്പോൾ ഇത് മാത്രം കൂട്ടി ചോറിന്. അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ.